വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വിൻറ്റേജ് ഫ്രെയിമാണ് DIY ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ വിക്ടോറിയൻ വിൻറ്റേജ് തീമിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതാണ് ഈ ഗോൾഡൻ ഫ്രെയിംസ്. നമ്മുടെ കേരളത്തിൽ അത് ഒട്ടും കോമൺ അല്ല, ഞാൻ എവിടെയും കണ്ടിട്ടില്ല, ഭയങ്കര റെയറാണ്. അപ്പം വാങ്ങിക്കാൻ വേണ്ടി ഞാൻ കുറേ നോക്കിയിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല, എവിടെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് അത് ഉണ്ടാക്കാം, പക്ഷേ ഇതിൻ്റെ മോൾഡ് എവിടെ കിട്ടുക അതൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഈ ബേക്കിംഗ് സെക്ഷനിൽ ഈ ഫോണ്ടൻ്റ് വെച്ചിട്ട് ഫ്രെയിം പോലെ വിൻറ്റേജ് തീമിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മോൾഡുകൾ കണ്ടിരുന്നു. അപ്പോൾ പക്ഷെ അതിൻ്റെ സൈസ് ചെറുതായിരിക്കും, വലിയ സൈസ് ഫ്രെയിം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല, പക്ഷേ ചെറുത് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സെയിം മോൾഡിൽ റെസിൻ ഒഴിച്ചിട്ടും ക്ലേ വെച്ചിട്ടുമാണ് നമ്മൾ ഈ ഫ്രെയിം ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഈ രണ്ട് മെത്തേഡിൽ റെസിനാണ് കുറച്ചും കൂടെ നല്ലത്, വീണാൽ പൊട്ടൂല, കുറച്ചും കൂടി നീറ്റായിട്ടും ഒക്കെ കിട്ടാൻ, നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ നല്ലത് റെസിനാണ്. ക്ലേ ആണ് പക്ഷേ കോസ്റ്റ് വൈസ് നല്ലത് എന്ന് വെച്ചാൽ ചീപ്പായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് ക്ലേ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ രണ്ട് മെത്തേഡും കാണിക്കേണ്ട, രണ്ട് രീതിയിലും ചെയ്യണത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ആദ്യം നമുക്ക് റെസിൻ വെച്ചിട്ട് എങ്ങനെയാണ് ആ മോൾഡിൽ സെറ്റ് ചെയ്തിട്ട് ആ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. നമ്മൾ യൂസ് ചെയ്യണ റെസിൻ ക്രാഫ്റ്റീരിയയുടെ റെസിനാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്ട്രക്ഷനിൽ തന്നെ എഴുതിയിട്ടുണ്ട് 3:1 റേഷ്യോയിലാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ 3 ഭാഗം റെസിനും 1 ഭാഗം ഹാർഡ്നറും. അപ്പോൾ ഞാൻ ഈ സ്പൂണിലാണ് അളന്നൊഴിക്കണത് ഇങ്ങനത്തെ ഒരു പാത്രത്തിലേക്ക്. അപ്പോൾ 3 സ്പൂൺ റെസിനും ഒഴിച്ച് കഴിഞ്ഞിട്ട് 1 സ്പൂൺ ഹാർഡ്നറും കൂടെ നമ്മൾ അതിനകത്ത് ഒഴിക്കണം. വീഡിയോയിൽ കാണിക്കാൻ എളുപ്പത്തിൽ ഞാനൊരു ചെറിയ കപ്പിലേക്ക് മാറ്റി. അപ്പോൾ നമ്മളിത് രണ്ടും ഇട്ട് കഴിഞ്ഞാൽ കൈ വിടാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് അത് ശരിക്കും മിക്സ് ചെയ്തിട്ടുണ്ട്. ആദ്യം അതൊരു കലങ്ങിയ രൂപത്തിലായിരിക്കും, പിന്നെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വരുന്ന കാണാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മോൾഡിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഇതേ സെയിം പാറ്റേണുള്ള മോൾഡുകളുടെ ലിങ്ക് എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, ഞാൻ കാരണം ഷോപ്പിൽ ഡയറക്റ്റ് പോയി വാങ്ങിയതാണ്. പക്ഷേ ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നമ്മൾ ലെവലായിട്ട് ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 12 മണിക്കൂർ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ, ഡസ്റ്റൊന്നും കയറാത്ത രീതിയിൽ അത് ഡ്രൈ ചെയ്യാൻ വെക്കണം. 12 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഈ മോൾഡിൽ നിന്ന് അത് ഡിമോൾഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 12 മണിക്കൂർ നമുക്ക് പുറത്ത് വെച്ചിട്ട് ഡ്രൈ ചെയ്താൽ മതി. അടുത്തത് നമുക്ക് ക്ലേ വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഡസൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ എയർ ഡ്രൈ ക്ലേ ആണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ എവിടെ വെച്ചാണോ മിക്സ് ചെയ്യണത് ആ ഭാഗത്ത് കുറച്ച് ഓയിലാക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് ഈ പാക്കറ്റിൽ നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ടൈറ്റായിട്ട് നമ്മൾ കവർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോവും. അപ്പോൾ നമുക്ക് വളരെ കുറച്ചൊരു പോർഷൻ മതി, അത് കത്തിയിലും ഓയിലാക്കിയിട്ട് നമുക്കത് മുറിച്ചെടുക്കാം. ഇനി നമ്മൾ ഓയിൽ കയ്യിലാക്കിയിട്ട് ജസ്റ്റ് അതിനൊന്ന് ഫ്ലെക്സിബിൾ ആക്കണം. കുറച്ച് നല്ല കട്ടിയിലായിരിക്കും ക്ലേ ഉണ്ടാവുക. നമ്മൾ എന്തെങ്കിലും പരത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു റോഡ് എടുത്തിട്ട് അതിനൊന്ന് ജസ്റ്റ് ഫ്ലെക്സിബിൾ ആക്കുക. നമുക്ക് കയ്യിൽ വെച്ചിട്ട് എന്താ പറയുക, മിക്സ് ചെയ്യാൻ പറ്റിയ പരുവത്തിലാക്കുക. അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ പരുവത്തിലായി കഴിഞ്ഞാൽ കയ്യിൽ വെള്ളമാക്കിയിട്ട് നമുക്കത് കുഴച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചാൽ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകും, അതുകൊണ്ടാണ് കയ്യിൽ വെള്ളമാക്കിയിട്ട് നമ്മളത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത് നല്ല സോഫ്റ്റ് ആവും. ക്ലേ റെഡി ആയി കഴിഞ്ഞാൽ നമുക്കത് മോൾഡിലേക്ക് വെക്കാം. അപ്പോൾ ആദ്യം ഓയിൽ പുരട്ടി കൊടുക്കണം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂർ നമ്മൾ ഇതിൻ്റെ അകത്ത് വെക്കണില്ല, ഇത് സെറ്റ് ചെയ്ത ഉടനെ നമ്മളത് ഡിമോൾഡ് ചെയ്യാണ് ചെയ്യണത്.
അകത്തേക്ക് ശരിക്കും പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് അതിൻ്റെ എല്ലാ ഇടവിലും കയറുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശരിക്കും ലെവൽ ചെയ്യണം, എന്നാലും നമുക്കത് സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഒട്ടുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് അപ്പോൾ തന്നെ ഡിമോൾഡ് ചെയ്യുക. അതേപോലെ എല്ലാ പാറ്റേണും ചെയ്തിട്ട് ഇങ്ങനെ ഡിമോൾഡ് ചെയ്തിട്ട് നമുക്ക് ഡ്രൈ ചെയ്യാൻ വെക്കാം. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രെയിം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ വുഡൻ ഫ്രെയിമാണ് യൂസ് ചെയ്യണത്. ബ്ലാക്ക് കളറിൽ ഓൺലൈനിൽ ഒരു സെറ്റായിട്ട് കിട്ടുകയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫ്രെയിം മാത്രമായിട്ട് നമുക്ക് എടുക്കണം സ്പ്രേ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഗ്ലാസും അതിൻ്റെ ബാക്കിലുള്ള സാധനങ്ങളൊക്കെ മാറ്റിയെടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കിയ റെസിനും ക്ലേ ഒക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനത്തെ പാറ്റേണിലാണോ വേണ്ടത് അതേപോലെ സെറ്റ് ചെയ്തിട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കണം. അപ്പോൾ ഫെവിക്കോളിൻ്റെ ഓൾ ഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൂ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഭയങ്കര സ്ട്രോങ് ആണ്, പക്ഷേ ഡ്രൈ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്പ്രേ പെയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഫ്രെയിമിൽ ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്യണത്. അടുത്ത വലിയ 5x7 ഡയമെൻഷനുള്ള ഫ്രെയിമിൽ നമ്മൾ ഈ റോസ് പെറ്റലിൽ വെച്ചിട്ടാണ് ചെയ്യണത്. അതും നമുക്ക് ഇഷ്ടമുള്ള പോലെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പശ വെച്ചിട്ട് ഒട്ടിക്കാം. അപ്പോൾ എല്ലാം ഒട്ടിച്ച് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്പ്രേ പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ കോട്ട് നമ്മൾ കൊടുക്കുന്നത് ജസ്പ്രേയുടെ അക്രിലിക് സ്പ്രേ പെയിൻ്റ് ആണ്. ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള പെയിൻ്റാണ് നമ്മൾ ബേസായിട്ട് കൊടുക്കുന്നത്. ഒരു ആൻറ്റിക് എഫക്റ്റ് വരുത്താനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമുക്ക് അടിയിലത്തെ ഷെയ്ഡ് കുറച്ച് ഡാർക്ക് ആയിരിക്കണം. അപ്പോൾ ചെറിയൊരു കോട്ട് മാത്രം നമ്മൾ ബ്രൗൺ സ്പ്രേ പെയിൻറ്റ് അടിക്കുന്നുണ്ട്. ഇതാകെ 10 മിനിറ്റ് മതി ഉണങ്ങാൻ. അപ്പോൾ നമുക്കിത് വേഗം വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ബേസ് കോട്ടൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് ഗോൾഡ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യണത് ഇങ്ങനത്തെ ഒരു ബ്രഷാണ്. മീഡിയം സൈസ്ഡ് ഹാർഡ് ബ്രിസിൽസ് ഒക്കെ ഉള്ളൊരു ബ്രഷാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക, അധികം പെയിൻ്റ് ആവാതെ ഒരു വാഷ് പോലെ ചെയ്യാൻ പറ്റും. എന്നാൽ ഇടയിലൊക്കെ കയറുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ബ്രഷ് ഉപയോഗിക്കുന്നത്. അടുത്ത് നമ്മൾ സെക്കൻഡ് കോട്ട് കൊടുക്കുന്നത് ഇങ്ങനത്തെ ആൻറ്റി ഗോൾഡ് കളറിലുള്ള സ്പ്രേ പെയിൻ്റാണ്. 35 ഗോൾഡ് എന്നാണ് ഇതിൻ്റെ കോഡ്. ഇതും വേഗം ഡ്രൈ ആവണതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഫെവിക്രിലിൻ്റെ പേൾ മെറ്റാലിക് കളറിലുള്ള ഗോൾഡിൻ്റെ ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് കോട്ട് കൊടുക്കുക. ഞാൻ ആദ്യം ഈ സ്പ്രേ പെയിൻറ്റ് മൂടിയിലേക്ക് ആക്കിയിട്ട് ബ്രഷ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യാൻ നോക്കി. പക്ഷേ വേഗം ഡ്രൈ ആവുന്നതുകൊണ്ട് അത് പോസിബിൾ അല്ല. അപ്പോൾ പിന്നെ ഞാനത് ഉപേക്ഷിച്ചിട്ട് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ എന്തോ അങ്ങനെ അപ്പോൾ ചെയ്തതാണ്. നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ കോട്ട് സ്പ്രേ പെയിൻറ്റ് കൊടുത്താൽ മതി. അപ്പോൾ സ്പ്രേ പെയിൻറ്റ് അടിക്കുമ്പോൾ നമ്മൾ അടുത്ത് വെച്ച് പെയിൻറ്റ് ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് ചെറിയൊരു കോട്ട് മതി, അതും ഫുൾ കവറാവാൻ പാടില്ല. ആ കോട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റത്തെ സ്റ്റെപ്പ് ഈ ഫെവിക്രിലിൻ്റെ ഈ ഗോൾഡ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക, ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കരുത്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ആ ഫ്രെയിമിന് ആ ഒരു കറക്റ്റ് ആ ഒരു ഫീല് വരുത്തുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ചെയ്യുക. മുഴുവനായിട്ട് പെയിൻ്റ് അടിക്കരുത്. അതിൻ്റെ അടിയിലൂടെ അടിയിലത്തെ ഗോൾഡ് ഷെയ്ഡും അതേപോലെ ഏറ്റവും അടിയിലുള്ള ബ്ലാക്കും കുറച്ചുകൂടെ കാണണം.
അപ്പോഴാണ് നമുക്ക് ആ ഒരു ഏജ്ഡ് ലുക്ക് വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ എല്ലാ സൈഡും കവർ ചെയ്യണം, അല്ലെങ്കിൽ വൃത്തികേടാണ്. നമ്മൾ മിസ് ചെയ്ത് പോയെന്നൊക്കെ ലാസ്റ്റ് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ഫ്രെയിമും ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം ഒരു കോട്ട് ആൻറ്റിക് ഗോൾഡ് നമ്മൾ പെയിൻ്റ് അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫെവിക്രിലിൻ്റെ ഗോൾഡ് വെച്ചിട്ട് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ചെറിയ ബ്രഷ് എടുത്തിട്ട് പെയിൻ്റൊക്കെ ആവാത്ത ഭാഗത്ത് നമ്മൾ ഈ ഗോൾഡ് പെയിൻറ് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ചെറിയ ബ്രഷ് വെച്ച് പെയിൻറ് ചെയ്യാം. ഇനി എന്താണ് ഞാൻ ഇങ്ങനെ ലെയറായിട്ട് പെയിൻറ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ സാധാ ആൻറ്റിക് ഗോൾഡ് പെയിൻറ് അടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡൈമെൻഷൻ ഇല്ല, എന്താ പറയുക, ഭയങ്കര പ്ലെയിനാണ്. ആ ഒരു എന്താ പറയുക ആൻറ്റിക് ലുക്ക് ശരിക്കും വരുന്നില്ല. പക്ഷെ നമ്മളിങ്ങനെ ലെയറായിട്ട് ആദ്യം ബ്രൗൺ കൊടുത്ത് അത് കഴിഞ്ഞ് ആൻറ്റിക് ഗോൾഡ് സ്പ്രേ പെയിൻറ് ചെയ്ത് പിന്നെ നമ്മളിങ്ങനെ ഒരു ഗോൾഡും കൂടെ ബ്രഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു ലുക്ക് കിട്ടാൻ സഹായിക്കും. അപ്പോൾ നമുക്കിനി ലാസ്റ്റത്തെ പരിപാടി, നമുക്ക് പിക്ചർ ഈ ഫ്രെയിമിലേക്ക് വെക്കണം. അപ്പോൾ ഞാനിത് ഒരു GSM കൂടിയ പേപ്പറിൽ പ്രിൻ്റ് എടുപ്പിച്ചതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ടെക്സ്ചർ കിട്ടും പെയിൻറ്റിങ് ഒക്കെ പ്രത്യേകിച്ച് നമ്മൾ വെക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ഫ്രെയിം 5x7 പിന്നെ 4x3 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഷേപ്പിൽ മുറിച്ചെടുക്കുക. അപ്പോൾ എനിക്ക് ആദ്യം ഡൗട്ട് ഉണ്ടായിരുന്നു കുറച്ച് വലുപ്പം വേണമെന്ന്, പക്ഷെ വെച്ച് നോക്കിയപ്പോൾ കറക്റ്റ് ആ പിക്ചറിൻ്റെ സൈസാണ്. അപ്പോൾ നമുക്ക് ആ പിക്ചറിൻ്റെ സൈസിൽ തന്നെ മുറിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്രെയിം ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അയച്ചൊക്കെ കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻ്റൊക്കെ പറയണം. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ വേറൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ.